മുതിർന്ന അഭിഭാഷകൻ ഫാലി എസ് നരിമാൻ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. പത്മ പുരസ്കാരങ്ങൾ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. സിബി ജോസഫ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സിബി, പ്രമുഖ അഭിഭാഷകൻ, മുതിർന്ന അഭിഭാഷകൻ, രാജ്യം ഏത് തരത്തിലുള്ള ഒരു നിയമ പ്രതിസന്ധിയിലേക്ക് പോയപ്പോഴും അതിലേക്കൊക്കെ നിയമോപദേശം നൽകിയ നിയമരംഗത്തെ അധികായനാണ് ഇപ്പോൾ അന്തരിച്ചിരിക്കുന്നത്. എങ്ങനെ ഓർത്തെടുക്കാം അദ്ദേഹത്തെ? വിനിഷ പ്രമുഖ നിയമജ്ഞനും അതുപോലെ തന്നെ സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകരുമായിരുന്ന ഫാലി എസ് നരിമാനാണ് അന്തരിച്ചത്. അദ്ദേഹം ഇന്നലെ രാത്രിയോടെ ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് 95 വയസ്സുണ്ടായിരുന്നു. അതിന് വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് അദ്ദേഹം ചികിത്സയിൽ ആയിരുന്നു. പിന്നീട് ഇന്നലെ രാത്രിയോടെ അദ്ദേഹത്തിന് ഹൃദയാഘാതം ഉണ്ടാകുകയും അന്ത്യം സംഭവിക്കുകയുമായിരുന്നു. വിനിഷ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം നിയമജ്ഞനാണ്. അതോടുകൂടെ സുപ്രീം കോടതി മുതിർന്ന അഭിഭാഷകനാണ്. ഇന്ത്യൻ നീതിന്യായ കോടതിയിലെല്ലാം തന്നെയും അദ്ദേഹം ഒരു അതികായൻ എന്ന് തന്നെ അദ്ദേഹത്തിന് വിശേഷിപ്പിക്കാം. ആ രീതിക്ക് അദ്ദേഹം ഒരു യുവ തലമുറയ്ക്ക്, പ്രത്യേകിച്ച് യുവ അഭിഭാഷകർക്കെല്ലാം നിലയും വളരെ വലിയ രീതിയിലൊരു പഠിക്കാവുന്ന ഒരു നിയമപുസ്തകം പോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന് രാജ്യം പത്മഭൂഷണും പത്മവിഭൂഷണും എല്ലാം തന്നെ നൽകി ആദരിച്ചിരുന്നു. 1991 പത്മഭൂഷണും 2007 പത്മവിഭൂഷണും നൽകി അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ 2008 അദ്ദേഹത്തിന് ഗ്രൂബർ പ്രൈസും ലഭിക്കുകയും ചെയ്തിരുന്നു. 1999 മുതൽ 2005 വരെ അദ്ദേഹം രാജ്യസഭാ അംഗമായിരുന്നു. 1971 മുതലാണ് അദ്ദേഹം സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായി അദ്ദേഹം സേവനം അനുഷ്ഠിച്ചത്. അദ്ദേഹം 1950 കാലഘട്ടത്തിലാണ് അദ്ദേഹം മുംബൈ കോടതിയിൽ നിന്നായിരുന്നു അദ്ദേഹം എൻറോൾ ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ, അഭിഭാഷക കരിയർ അദ്ദേഹം ആരംഭിച്ചത് മുംബൈയിൽ നിന്നായിരുന്നു. പിന്നീട് അദ്ദേഹം 1961 അദ്ദേഹം മുതിർന്ന അഭിഭാഷകനായി അദ്ദേഹം നിയമിതനായി. പിന്നീട് 1972 അദ്ദേഹം ദില്ലിയിലേക്ക് മുംബൈയിൽ നിന്ന് എത്തുന്നത്. പിന്നീട് 72 മുതൽ അദ്ദേഹം 75 വരെ അദ്ദേഹം അഡീഷണൽ സോളിസിറ്റർ ജനറൽ കൂടിയായിരുന്നു. പിന്നീട് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലാണ് അദ്ദേഹം ആ ഒരു അഡീഷണൽ സോളിസിറ്റർ പദവിയിൽ നിന്ന് അദ്ദേഹം രാജിവെക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. എന്തായാലും അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം 1991 മുതൽ ബാർ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് കൂടിയായിരുന്നു. അങ്ങനെ നിരവധി പദവികൾ അദ്ദേഹം അലങ്കരിക്കുകയും ഇന്ത്യൻ നീതിന്യായ കോടതിയിലെല്ലാം തന്നെ ഒരു വളരെ വലിയ അതികായന അദ്ദേഹം മാറുകയും ചെയ്തു. അദ്ദേഹം നിയമജ്ഞനായിരുന്നു. അദ്ദേഹം സുപ്രധാനമായ പല കേസുകളും വാദിച്ച വ്യക്തി കൂടിയാണ് ഈ ഫാലി എസ് നരിമാൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥ, അദ്ദേഹം ബിഫോർ മെമ്മറി ഫേഡ്സ് എന്ന ആത്മകഥ അദ്ദേഹം ഏറെ ശ്രദ്ധേയമാകുകയും ഏറെ പ്രത്യേകിച്ച് പുതിയ തലമുറ വായിച്ച പുസ്തകം കൂടിയാണ്. പ്രത്യേകിച്ച് നിയമ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമ വിദ്യാർത്ഥികൾക്ക് ഒരു പഠന പുസ്തകം കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആത്മകഥ എന്ന് പറയുന്നത്. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ ദി സ്റ്റേറ്റ് ഓഫ് നേഷൻ, ഗോഡ് സേവ് ദി ഹോണബിൾ സുപ്രീം കോടതി എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ മറ്റ് പുസ്തകങ്ങൾ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു അഭിഭാഷകനപ്പുറമായി അദ്ദേഹം ഒരു പൗര സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്നും പ്രയത്നിക്കുകയും അതിനുവേണ്ടിയുള്ള ഒരു വാഗ്മി കൂടിയായിരുന്നു അദ്ദേഹം. പ്രത്യേകിച്ച് അദ്ദേഹം ഈ സുപ്രീം കോടതിയിലെ പോലും പല വിധികളെയും അദ്ദേഹം വിമർശിക്കുന്ന ഒരു സാഹചര്യങ്ങളുണ്ടായി. പ്രത്യേകിച്ച് കശ്മീരിൻ്റെ എല്ലാ നിലയും പ്രത്യേക അധികാരം എടുത്തു വരുന്ന 370 കേസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ നിലയും സുപ്രീം കോടതി വിധിയെ അദ്ദേഹം അന്ന് വിമർശിച്ചിരുന്നു. അതുകൂടാതെ നമുക്ക് കേരളത്തെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ സുപ്രധാനമായ പല കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഒരു നിയമ പണ്ഡിതൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ നിയമ ഉപദേശം കേരളം സ്വീകരിച്ചിരുന്നു. പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത് നിയമസഭ പാസാക്കിയ പല ബില്ലുകളും ഗവർണർ ഒപ്പിടാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അതിലെല്ലാം നിലയും ഒരു നിയമ ഉപദേശം തേടിയത് അദ്ദേഹത്തിൽ നിന്നായിരുന്നു. അങ്ങനെ എല്ലാം നിലയും അദ്ദേഹത്തിൻ്റെ മകൻ മുൻ സുപ്രീം കോടതി ജഡ്ജിയായ അദ്ദേഹത്തിൻ്റെ മകൻ രോഹിട്ടൻ നരിമാനും അത് ഏറ്റവും പ്രശസ്തനായ ഒരു അഭിഭാഷകൻ കൂടിയാണ് രോഹിട്ടൻ നരിമാനും. അങ്ങനെ എല്ലാ നിലയും അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു വലിയൊരു നിയമപുസ്തകമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അദ്ദേഹമാണ് ഇപ്പോൾ അന്തരിച്ചു എന്നുള്ള വാർത്ത നമുക്ക് പുറത്തേക്ക് വരുന്നത്. അദ്ദേഹത്തിൻ്റെ സംസ്കാരം അടക്കമുള്ള കാര്യങ്ങളെല്ലാം നിലയും ഇനി പുറത്തു വരുന്ന കുടുംബം തീരുമാനിക്കുന്നുള്ളൂ. പ്രത്യേകിച്ച് ഒരു പാഴ്സി വിഭാഗത്തിൽപ്പെട്ട ആളാണ് അദ്ദേഹം. അതുകൊണ്ട് ആ ഒരു മതപരമായ ചടങ്ങെല്ലാം നിലയും പിന്നീട് അറിയിക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും അദ്ദേഹത്തിൻ്റെ മരണത്തിൽ നിരവധി മുതിർന്ന അഭിഭാഷകരെല്ലാം നിലയും അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ആദരാഞ്ജലിയും അനുശോചനവും രേഖപ്പെടുത്തിക്കൊണ്ട് എക്സിലെല്ലാം നിലയും കുറിക്കുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ മുതിർന്ന അഭിഭാഷകനായ അഭിഷേക് മനു സിംഗ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം നരിമാൻ്റെ മരണത്തിൽ അദ്ദേഹം വേദന രേഖപ്പെടുത്തുകയും ഇതൊരു യുഗത്തിൻ്റെ അന്ത്യമാണെന്നായിരുന്നു അദ്ദേഹം വിശേഷിപ്പിച്ചത്. അതുകൊണ്ട്
അതുകൂടാതെ മുതിർന്ന അഭിഭാഷകനായ സുപ്രീം കോടതി അഭിഭാഷകനായ കപിൽ സിബൽ അദ്ദേഹം ഇന്ത്യയുടെ ഒരു ഗ്രേറ്റ് സൺ ഓഫ് ഇന്ത്യ പാസസ് അവേ, ഇന്ത്യയുടെ ഒരു മഹാനായ പുത്രൻ അന്തരിച്ചു എന്നുള്ളതായിരുന്നു അദ്ദേഹം വിശേഷിപ്പിച്ച്. അങ്ങനെ എല്ലാ നിലയും നിരവധി പ്രമുഖരായ അഭിഭാഷകർ എല്ലാ നിലയും അദ്ദേഹത്തിൻ്റെ മനത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും അദ്ദേഹം ഇന്നലെ രാത്രിയോടെയാണ് അന്തരിച്ചത്. ഇനി അദ്ദേഹത്തിൻ്റെ സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് വരും മണിക്കൂറുകളിൽ വ്യക്തമാകും. വിനീഷ.